ഹലോ വെൽക്കം ടു XandY Learning. നമ്മൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ XandYയിലെ 8th സ്റ്റാൻഡേർഡിലെ ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള റനയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് എന്ത് ചെയ്യാം തുടങ്ങാം. ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ പേര് റന. ഞാൻ ചെറുപുഴ ഹയർ സെക്കൻഡറി സ്കൂൾ കുറുമ്പത്തൂർ പഠിക്കുന്നു. യെസ്, ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് XandYയിലേക്ക് എത്തുന്നത്? ആദ്യം കണ്ടത് NuMaTSന്റെ വീഡിയോസ് ആണ്. യെസ്, ഇപ്പോൾ NuMaTS എക്സാം എഴുതിയിരുന്നു. എഴുതിയിരുന്നു. ഓക്കെ, അതിൽ വിന്നറായോ? ഇതുവരെ പോയി സ്കൂൾ ലെവലും സബ് ഡിസ്ട്രിക്ട് വരെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് തന്ന വീഡിയോസ് കാണാൻ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് XandY പരിചയപ്പെടുന്നത്. പിന്നെ അപ്പോൾ അധികം മെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് 7th USSന്റെ കണ്ടിരുന്നു. USS എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിന്നറാണോ? യെസ്, USSും വിന്നറാണ്. അത് കഴിഞ്ഞപ്പോൾ 8th-ലെത്തി. 8th ഏതൊക്കെ കോമ്പറ്റീഷൻ എക്സാം എഴുതിയോ? NMMS എഴുതി. അതില് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഷോർട്സ് ഒക്കെ കണ്ടിരുന്നു കൂടുതലായിട്ട് കണ്ടത്. ഓക്കെ, NMMS എക്സാം എത്ര മാർക്ക് സ്കോർ ചെയ്തു? 150 ഔട്ട് ഓഫ് 180. ഓക്കെ, അപ്പോൾ NMMS എക്സാം വിന്നറാണ്. ഓക്കെ, അപ്പോൾ 3 കോമ്പറ്റീഷൻ എക്സാമുകൾ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എഴുതി. ഓക്കെ, യെസ്, എങ്ങനെയാണ് XandY ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമിൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്? അല്ലെങ്കിൽ XandYയുടെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ നല്ലതായിട്ട് തോന്നിയത്? സ്കൂളിലാണെങ്കിൽ ബോർഡ് എക്സാമിനുള്ളത് മാത്രമേ പഠിപ്പിക്കുള്ളൂ. അതിൽ കൂടുതൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പഠിക്കും. പക്ഷേ ഇവിടെ ആണെങ്കിൽ അതിനെക്കാളും കൂടുതൽ ടെക്സ്റ്റ് ബുക്കിനെക്കാളും കൂടുതൽ പഠിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ എക്സാമിൽ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, നമ്മളെ യൂട്യൂബ് ചാനലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതിലെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിലുള്ള മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടോ? മെൻറ്റുകൾ കളിക്കാനൊക്കെ അപ്പം പറ്റില്ലെങ്കിൽ ഞാൻ പിന്നെ എടുത്ത് കാണാറുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ സ്പോട്ടിൽ ലൈവായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നെ കണ്ടാലും നമുക്കത് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, മോഡൽ എക്സാമുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു NMMSനൊക്കെ. യെസ്, അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്? മോഡൽ എക്സാമാണ് കൂടുതൽ മാറ്റിനൊക്കെ ഹെൽപ്ഫുൾ ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് പ്രിപ്പയർ ആയാൽ നമുക്കിനിപ്പോൾ ഏത് ഒരു കോമ്പറ്റീഷൻ എക്സാം വരികയാണെങ്കിലും കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, അതിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫൗണ്ടേഷൻ കോഴ്സ് ഞാൻ 9ലാണ് ചേർന്നത്. 8th ചേരണമെന്നുണ്ടായിരുന്നു. പക്ഷേ USSന് കഴിഞ്ഞിട്ട് USSന് അവാർഡ് ദാനത്തിന് വന്നപ്പോഴാണ് മനസ്സിലായത് ഫൗണ്ടേഷൻ കോഴ്സിന്റെ സംഗതിയൊക്കെ. അപ്പൊ അന്ന് 8th പകുതിയായിരുന്നു. ലേറ്റ് ആകും വിചാരിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഇയറിൽ വേറെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഇതിന് ചേരാന് പക്ഷെ ചേർന്നില്ല. ഓക്കെ, പിന്നെ 9th ഫസ്റ്റിൽ തന്നെ ചേർന്നിട്ടുണ്ട്. ഓക്കെ, ആരാണ് മെന്റർ? ഹിബ മാം ആയിരുന്നു. ഓക്കെ, എങ്ങനെയാണ് മെന്റർഷിപ്പ് ഇതിനെ എങ്ങനെ ഹെൽപ്ഫുൾ ആകുന്നത്? മെന്റർ എന്നും വിളിച്ച് ക്ലാസ് ഉണ്ട്, പിന്നാലെ കൂടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളെ വെറുതെ വിടാൻ പരിപാടിയില്ല. ഓക്കെ, നമ്മൾ മറന്നു പോയാലും അപ്പൊ തന്നെ അവരെ റിമൈൻഡ് ചെയ്യും ഗ്രൂപ്പിലായിട്ടും. ഓക്കെ, പിന്നെ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് മൊത്തം കണ്ടന്റ് മാത്രമുള്ള ടെക്സ്റ്റ് ബുക്ക്. പിന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് തിരിച്ചതുകൊണ്ട് ബേസിക് ആയിട്ട് ക്ലാസ് കണ്ടു മാത്രം പഠിച്ചാൽ ലെവൽ 1 ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ചാൽ ലെവൽ 2 ചെയ്യാൻ പറ്റും. ഏറ്റവും ഹയർ ലെവലാണ് ലെവൽ 3 ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഏറ്റവും നല്ല ടഫായിട്ടുള്ള ഒളിമ്പ്യാഡ് പോലുള്ള എക്സാമുകളൊക്കെ എന്തായിരിക്കും? നമുക്ക് ആ ലെവൽ 3 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്വാഭാവികമായിട്ടും സൊല്യൂഷൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അപ്പോൾ അതിൽ തന്നെ സൊല്യൂഷനിലൂടെ നമുക്കത് തെറ്റാണോ ശരിയാണെന്ന് ചെക്ക് ചെയ്യാനും തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, പിന്നെ ഒരു സ്കൂളിലത്തെ പഠനവും നമ്മുടെ XandYയുടെ ഫൗണ്ടേഷൻ കോഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? സ്കൂളിൽ കുറേ ടൈം വെച്ച് എടുക്കുമ്പോൾ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങൾ മറന്നു തുടങ്ങും ലാസ്റ്റ് ആകും. ഇവിടെ ആണെങ്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കുന്നുണ്ടാവും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല പോലെ മനസ്സിലാവുന്നു. ഓക്കെ, ഫ്യൂച്ചറിൽ ഇനി ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാം എഴുതിയിട്ട് എവിടെ എത്താനോ പ്ലാൻ? IISc എത്തണം, ഒരു സയന്റിസ്റ്റ് ആവണമെന്നൊക്കെയാണ് ആഗ്രഹം അല്ലേ? യെസ്, ഓക്കെ. അതിന് എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? ജെയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴേ +2 ബേസിക് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എന്താ ഫ്യൂച്ചർ ഇനി ആ എക്സാം എഴുതി ക്രാക്ക് ചെയ്താൽ നേരെ IISc ജോയിൻ ചെയ്യണം എന്നാണ് താല്പര്യമുള്ളത്. യെസ്, എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യാനുള്ള കാരണം? IISc ചൂസ് ചെയ്യാനുള്ള കാരണം പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് തോന്നുന്നു. യുവിക പിന്നെ അപ്ലൈ ചെയ്ത് നോക്കിയിരുന്നു? അല്ല, ഞാൻ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നതേ ഉള്ളൂ അല്ലേ? ഓക്കെ, യെസ്, നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ യുവിക അതിൽ ക്വാളിഫൈ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇപ്രാവശ്യം എന്ത് ചെയ്യുക, ഇനി 9ൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക,
ചെയ്ത് നോക്കുക. നമ്മൾ ഏറ്റവും വലിയ ഡ്രീമിലേക്ക് എത്താനുള്ള ഏറ്റവും ഒരു ഷോർട്ട് കട്ടായിരിക്കും എന്ത് ഈ ഒരു സംഗതി എന്നുള്ളത്. ഓക്കെ, യുവിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഇപ്പോൾ സ്റ്റുഡൻസിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളിലേക്കും കൂടി നമ്മൾ XandY എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ എക്സാമിനപ്പുറത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തുക എന്നുള്ളത് എന്താണ് ഭയങ്കരമായിട്ടുള്ള കാര്യം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും നമ്മളൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ കാരണം? നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കോളേജിൽ ജസ്റ്റ് ഡിഗ്രി ചെയ്താൽ പോരായിരുന്നു? അവിടെ പ്രാക്ടിക്കൽ വേർഷൻസ് ഒക്കെ കുറവാണ്. കാരണം ഫാക്കൽറ്റീസും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് എന്ത് ചെയ്യും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീർച്ചയായിട്ടും. അവിടെ ഭയങ്കര പ്രാക്ടിക്കലിനും എല്ലാത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. യെസ്, ഓക്കെ. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, യെസ്. പൊതുവേ നമ്മളെ സ്റ്റുഡൻസ് പറയാറുണ്ട് XandYയുടെ ഫൗണ്ടേഷൻ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്കൂളത്തെ പഠനം എന്ത് ചെയ്യും, അതവിടെ സൈഡാകും, അതുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ഇപ്പോഴും തന്നെ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതൊന്നുമില്ല, ഇപ്പോൾ തൽക്കാലം സ്കൂൾ നോക്കിയാൽ മതി എന്ന് പൊതുവേ പറയാറുണ്ട്. സ്കൂളത്തെ കുട്ടികളൊക്കെ പറയുന്നത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ മതി, അതാണ് അവരെല്ലാവരും ലക്ഷ്യം. ഒരു ഇപ്പോഴും ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. XandY നിന്നാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കരിയറിനെ, നമ്മളെ ഗോൾസിനെ കുറച്ചും കൂടി അച്ചീവ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയായിട്ട് എന്ത് ചെയ്തു, മോട്ടിവേഷൻ ഒക്കെ. യെസ്, ഫൗണ്ടേഷൻ കോഴ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കൂളത്തെ XandYയുടെ കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ സ്വാഭാവികമായിട്ടും മാർക്ക് കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, നമുക്ക് കാരണം നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കണതുകൊണ്ട് തന്നെ സ്കൂളത്തെ എക്സാമിൻ്റെ സിലബസ് എന്താകും ചെറുതായിട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, മാത്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? NuMaTS ഒക്കെ എഴുതിയ ആളാണല്ലോ. മാത്സ് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഫുള്ള് ഈസി ഒന്നല്ല, ബട്ട് നമ്മൾ ഫൗണ്ടേഷനിൽ നല്ല കടുകട്ടിയുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? നേരത്തെ ഉള്ള പ്രിപ്പറേഷനും ഇപ്പോഴത്തെ നമ്മൾ ചിന്തിക്കുന്ന മാതിരി ചിന്തിച്ചാൽ അതിന്റെ ആൻസർ കിട്ടൂല. അപ്പോൾ അതിൽ പല പല രീതികൾ നമുക്ക് മനസ്സിലാകും, ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഹെൽപ്ഫുൾ ആണോ? ലെവൽ 1 ലെവൽ 2 ഒക്കെ ചെയ്യുമ്പോൾ യെസ്, നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും ഈസി ക്വസ്റ്റ്യനും കിട്ടും, ഏറ്റവും ടഫ് ക്വസ്റ്റ്യനും കിട്ടും. അതിലേക്കുള്ള മെത്തേഡുകളും സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിന്റെ ആൻസർ കിട്ടും. യെസ്, ഓക്കെ. പിന്നെ നമ്മളെ ബാക്കി മെറ്റീരിയൽസിനെ കുറിച്ച്, ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളിൽ അതിലെ കണ്ടൻസ് കാര്യങ്ങളെ കുറിച്ച് എന്താ പറയുള്ളത്? അത് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ, വേറെ ഇതൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന കുറേ കഥകളില്ല, കാര്യങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ കണ്ടന്റിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഹിബ മാം ആണല്ലോ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് മാം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്? അതേപോലെ തന്നെ മെൻറ്റർഷിപ്പ് എന്നുള്ള കാര്യം എങ്ങനെയാണ് നമ്മളെ ഹെൽപ്ഫുൾ ആകുന്നത് എല്ലാ കാര്യത്തിലും? നമ്മളൊരു കാര്യം വിട്ടുപോയാലും അവർ വന്ന് ഇങ്ങനെ റിമൈൻഡ് ചെയ്തിട്ടുകൊണ്ടേയിരിക്കും. എക്സാം എഴുതുന്ന കാര്യത്തിലൊക്കെ കഴിഞ്ഞാൽ അതിന് പിറ്റേ ദിവസം തന്നെ അവർ പ്രോഗ്രസ് തരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ലെവൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പിന്നെ ചെയ്തില്ലെങ്കിൽ അതും പാരൻസ് അറിയുകയും ചെയ്യും. യെസ്, അപ്പോൾ ഏതായാലും നമ്മൾ പിന്നാലെ കൂടിക്കാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കറക്റ്റ് ആയിട്ടുണ്ട്. ഓൺലൈൻ പഠനമായതുകൊണ്ടുള്ളൊരു പ്രയാസം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ ഒരു കോവിഡ് ബാച്ചിലൂടെ വന്ന ആളുകളാണല്ലോ ഉണ്ടാവുക. അപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞിരുന്നത് ഓൺലൈൻ പഠനം നമുക്ക് ഭയങ്കര പ്രോബ്ലമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉപകാരപ്രദമല്ല എന്നുള്ള പൊതുവെ ഒരു സംസാരം ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഇപ്പോൾ XandY നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിലും ഓൺലൈനായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ഒരു ഒരു ബാരിയറായിട്ട്, ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്? പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഒരു ദിവസം കാണാൻ പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം കാണാൻ പറ്റില്ല എന്നുള്ള പ്ലസ് പോയിന്റ് ആണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, മറ്റേ സ്കൂളത്തെ ക്ലാസ് മിസ്സായാൽ പിന്നെ നമുക്ക് പിന്നീട് കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഓൺലൈനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും കാണാനുള്ള സാഹചര്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റന നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകളിൽ വിജയിച്ച ആൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും എന്തിട്ടെ ഇനിയുള്ള സ്വപ്നങ്ങളും പൂർത്തിയാകട്ടെ. IIScയിൽ പോയി ഒരു വലിയൊരു സയൻറ്റിസ്റ്റായി മാറട്ടെ എന്ന് എന്ത് ചെയ്യാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.